നിങ്ങൾക്കറിയാം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. കേരളം രക്ഷപ്പെടണോ വേണ്ടയോ എന്നുള്ള ഉത്തരമാണ് നിലമ്പൂർ കൊടുക്കാൻ പോകുന്നത്. കേരളത്തിന് വേണ്ടി ആ പുണ്യകർമ്മം നിർവഹിക്കാൻ പോകുന്ന നിലമ്പൂരുകാരെ ആദ്യമേ തന്നെ ഞാൻ അഭിവാദ്യം ചെയ്യും. കാരണം കഴിഞ്ഞ 9 വർഷമായി, ഈ 9 വർഷമായി കേരളത്തിന്റെ വികസനം പുറകോട്ടടിക്കുന്നത് മാത്രമല്ല ഇല്ലാതാക്കി. നിങ്ങൾക്കറിയാം, UDF സർക്കാർ കൊണ്ടുവന്ന വിഴിഞ്ഞം പദ്ധതി, UDF സർക്കാർ കൊണ്ടുവന്ന കണ്ണൂർ എയർപോർട്ട്, UDF സർക്കാർ കൊണ്ടുവന്ന ഓരോ വികസന പദ്ധതികൾ ഇന്നുണ്ട്. ഈ നിലമ്പൂരിനെ സംബന്ധിച്ച് നിങ്ങൾ നോക്കൂ, കോളേജ് കൊണ്ടുവന്നത് UDF സർക്കാരാണ്. കാരണം 140 അസംബ്ലി മണ്ഡലത്തിലും ഒരു ഗവൺമെന്റ് കോളേജ് കൊണ്ടുവരുന്നത് UDF നയമാണ്. ആ UDF നയം അനുസരിച്ച് ഉമ്മൻചാണ്ടി സർക്കാർ കോളേജ് കൊണ്ടുവന്നു. പക്ഷെ ആ കോളേജില് ചാവിള്ളയുടെ അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം, വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ അത്രയും ദ്രോഹം ചെയ്തിട്ടില്ല. കാരണം അദാനിയാണ് ചെയ്യുന്നത്. ഗവൺമെന്റ് കയ്യിലാതെ അതുകൊണ്ട് നശിപ്പിച്ചില്ല. ആകപ്പാടെ ഉണ്ടായിരുന്ന സ്മാർട്ട് സിറ്റി 90,000 തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവിടെ അത് കൊണ്ടുവന്നത്. ആ തൊഴിലവസരങ്ങൾ മൊത്തം നശിപ്പിച്ച് ഇന്ന് അങ്ങോട്ട് കാശ് കൊടുക്കാന്ന രീതിയിൽ പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞു വിടാൻ പോവാ. സ്മാർട്ട് സിറ്റിയെ ഇല്ലാതാക്കി. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഓരോ വികസനവും ഇല്ലാതാക്കി സാധാരണക്കാരന്റെ ജീവിതത്തെ പുറകോട്ടടിക്കുക. നിങ്ങൾക്കറിയാം, തൊഴിലാളികളുടെയും കർഷകരുടെയും ഒക്കെ പേരിൽ അധികാരത്തിൽ കയറിയവർ ഇന്ന് തൊഴിലാളികളെ മറന്നിരിക്കുക. ലോട്ടറി എന്നുള്ളത് ഏറ്റവും സാധാരണക്കാരന് എന്താ പറയാ എടുക്കാൻ പറ്റുന്ന ഒരു തൊഴിലാണ്. ആ ലോട്ടറി ഇല്ലാതാക്കാനുള്ള ശ്രമമല്ലേ? 5000-ന്റെ 25 ഉണ്ടായിരുന്നു UDF സർക്കാരിന്റെ കാലത്ത് സമ്മാനങ്ങൾ. 18 കുറച്ചു, 20 കൂട്ടി. അപ്പോഴും 5 കുറവാ. ഇപ്പൊ സാധാരണക്കാരൻ എടുക്കുന്ന ലോട്ടറി വിൽക്കുന്ന ലോട്ടറി തൊഴിലാളി, ഇവരെല്ലാം വഞ്ചിക്കുന്ന സമീപനം ഈ സർക്കാർ എടുക്കുന്നത് എന്തിനു വേണ്ടിയാ? ഇവിടെ സൂചിപ്പിച്ചു കാരുണ്യ ലോട്ടറിയെ പറ്റി. ഇവിടെ സാധാരണക്കാരന് എന്തെങ്കിലും അസുഖം വന്നാൽ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു മേഖലയായിരുന്നു, അല്ലെങ്കിൽ ഒരു വഴിയായിരുന്നു കാരുണ്യ ലോട്ടറി. ആ കാരുണ്യ ലോട്ടറി UDF സർക്കാർ കൊണ്ടുവന്നതിന്റെ പേരിൽ നശിപ്പിച്ച ഈ ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ്, എങ്ങനെ മനസാക്ഷിയോടെ മുന്നോട്ട് പോകാൻ സാധിക്കും? അതുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരൻ പ്രതികരിച്ചേ മതിയാവുന്നുള്ളൂ. 9 വർഷത്തെ ദുർഭരണം ഈ ഗവൺമെന്റ് വന്നപ്പോൾ തൊട്ട് പ്രശ്നങ്ങളാണ്. ആദ്യത്തെ വർഷം വരൾച്ച, 2ാമത്തെ വർഷം ഓക്കി, 3ാമത്തെ വർഷം പ്രളയം, 4ാമത്തെ വർഷം പറയണ്ടല്ലോ കോവിഡ്. ഇറ്റലിയിൽ നിന്നൊരു മനുഷ്യനെ വലയിട്ട് പിടിച്ചു, ഇല്ലേ? നിങ്ങളൊക്കെ മറന്നതാ, മറന്നു. ഇപ്പൊ വലയും വേണ്ട, വഞ്ചിയും വേണ്ട. ഇപ്പൊ വീണ്ടും കോവിഡ് കൂടുമെന്ന് പറഞ്ഞ് നടക്കുന്നില്ല. ആരെ ഇപ്പൊ പറയുന്നു? നമ്മള് 3.25 കോടി 3.5 കോടി ജനങ്ങളുള്ള സ്ഥലമല്ലേ? അവിടെ 7000 പേർക്ക് ഇന്ത്യ മൊത്തം വന്നു എന്ന് പറഞ്ഞ് കോവിഡ് കൂടി എന്ന് പറഞ്ഞ് വാർത്തയായി. എത്ര പേർക്ക് വരിയുണ്ട്? ഞാൻ ചോദിക്കട്ടെ, ഇത് ഞാനതിലേക്ക് കടക്കുന്നില്ല. ഈ തരത്തിൽ ഒരു ഭയത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ഇലക്ഷൻ ജയിക്കുവാൻ പല തന്ത്രങ്ങളും പലരും പ്രയോഗിക്കാറുണ്ട്. ഏതായാലും ഈ ഇലക്ഷൻ ഇനി എന്ത് തന്ത്രം പ്രയോഗിച്ചാലും ശരി, നിലമ്പൂരിന്റെ MLA ശ്രീ ആര്യൻ ഷൗക്കത്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് മുന്നിട്ടിറങ്ങിയ പ്രിയപ്പെട്ട ഫിലിപ്പ് ജോസഫ് അവരെ ഞാൻ അഭിനന്ദിക്കുക. അദ്ദേഹം മികച്ച ഒരു സംഘാടകനാണ്. കഴിഞ്ഞ കുറെ നാളുകളെ ഞാൻ അദ്ദേഹത്തെ വാച്ച് ചെയ്യുന്നുണ്ട്. ഞാനൊരു ഉപാസകരുന്നു, ഒരു 10-100 പേരുമായിട്ട് അങ്ങോട്ട് കിടക്കുന്നത്. അതിനുശേഷം കോടത്താട്ട് പാലം എന്ന് പറഞ്ഞ പാലമുണ്ട്, വാസവൻ സാറിന്റെ കുമരകത്ത്. അവിടെ ആ പാലത്തിന്റെ അവിടെ ഒരു സമരം നടത്തിയ അദ്ദേഹം. അവിടെയും ഒത്തിരി ആൾക്കാർ സംഘടിപ്പിച്ചാണ് അദ്ദേഹം നടത്തിയത്. ഇന്നിപ്പോ ഇവിടെ നിലമ്പൂരിൽ വളരെ ആത്മാർത്ഥമായ പരിശ്രമം, 3 ജില്ലയിൽ നിന്ന് മാത്രമുള്ള ലോട്ടറിയുടെ ആൾക്കാരെ കൊണ്ടുവന്ന് വലിയൊരു പ്രവർത്തനത്തിലേക്ക് പോകുമ്പോൾ വലിയ സന്തോഷവും അതിലേറെ അഭിമാനമുണ്ട്. എല്ലാവിധമായ ആശംസകളും ഈ പരിപാടിക്ക് നേർന്നുകൊണ്ട് നിങ്ങളെല്ലാം അനുമതിയോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ജയ് ജയ്.